പാമല ആൻഡേഴ്സൺ. ഇത്ര നേരം നല്ല കൂർക്കമ്പൽ ചുറക്കമായിരുന്നല്ലോ, ഇതെന്നെ പറ്റി? ഞാൻ ഉറങ്ങി വന്നല്ലേ ഉള്ളൂ. ഈ പടമൊക്കെ കാണാൻ എന്തിനാണ് വോളിയം? ബേബി കേട്ടാ, നീ ഒന്ന് പോയി നോക്കിക്കേ. വല്ല പോസ്റ്റ് മാനോ പ്രൊഡക്ട്സ് ആരണോ ആരെങ്കിലും ആയിരിക്കും. നീ നോക്ക് പ്ലീസ്. ഒന്ന് പോടേ. ഞാനിപ്പോ വന്നാൽ ശരിയാവൂല. പമേലേക്ക് സങ്കടമാവും. ചാക്കോച്ചൻ ഏത് ചാക്കോച്ചൻ? ഹൗസ് ഓണർ ചാക്കോച്ചൻ. ടിവി ഓഫ് ചെയ്യും. നമ്മൾ ഇവനെ എന്നെ ചെയ്യും. അയാൾ പ്രത്യേകം പറഞ്ഞ എക്സ്ട്രാ ആൾക്കാർ വെക്കരുതെന്ന്. ഇങ്ങനെയാണോ ഈ അടുക്കളയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണത്? നിങ്ങളൊക്കെ കുറെ വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഇത് ഞായറാഴ്ച ക്ലീൻ ചെയ്യാൻ വേണ്ടി. എന്ത് ഞായറാഴ്ച? നാളെ അന്നന്ന് കഴിക്കുന്നതൊക്കെ അന്നന്ന് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ മഹാവൃത്തികേടാ. പാറ്റ ഉണ്ടാവും, അറിയാവോ? അല്ല, ചാക്കോച്ചന് ബേർഡ് വാച്ചിങ് എങ്ങനെയാണ് ചാക്കോച്ചൻ? ഇപ്പം ബേർഡ് വാച്ചിങ് ഒക്കെ നിർത്തി. ഇനിയിപ്പോ ബേർഡ് ഹണ്ടിങ് തുടങ്ങാൻ പോവാ. വളരെ നന്നായി. ഈ ഗൂസുകളെ സത്യം പറഞ്ഞ വെടിവെച്ച് കൊല്ലണം. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് സൈഡ് വാക്ക് മുഴുവൻ കാഷ്ടിച്ചു വെച്ചിരിക്കുക. ഓഫീസിൽ പോകുന്ന ദിവസം അറിയാതെ കാര്യം ഇതിന്റെ മുന്നിൽ ചവിട്ടി പോയ അന്നത്തെ ദിവസം മുഴുവനും നടക്കിട്ടു. അത് തന്നെയാ എന്റെ ഐഡിയ. നമ്മളെ നാറുന്നതിന് മുമ്പ് നാറ്റിക്കുന്നവനെ അങ്ങ് തട്ടുകയല്ലേ നല്ലത്. അതാ എന്റെ ബുദ്ധി. കറക്റ്റ്. അച്ഛനും എനിക്കും ഒരേ ടേസ്റ്റ് ആണ് ഇക്കാര്യത്തിൽ. ഇവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണല്ലോ. ഇതന്നെ ഇവിടെ അടിച്ചു വാരലൊന്നും ഇല്ലേ? ഇന്നലെ അടിച്ചതാണ്, ഇന്ന് വാരാൻ. അല്ല, ഇതാരാ? ഇത് ഞങ്ങളുടെ കസിൻ ചാക്കോച്ചൻ. ന്യൂയോർക്കിൽ ഇന്റർവ്യൂവിന് വന്നതാ. നാളെ അങ്ങ് പോകും അല്ലേടാ? നാളെ പോകും. കസിനാ. അപ്പൊ ആരുടെ കസിനാണെന്നാ പറഞ്ഞേ? എന്റെ കസിൻ. കൃഷേ, നിനക്ക് ഞാൻ മെയിൽ ഫോർവേഡ് ചെയ്ത് കിട്ടിയോ? മറ്റേ നാട്ടിലെ പെൺകുട്ടിയുടെ മാട്രിമോണി ഫോട്ടോ ഉണ്ട്? ഫോട്ടോ ഒന്നും ഇല്ല. ഇഷ്ടം IT ഫീൽഡിലാണെങ്കിൽ വെറുതെ മറുപടി വെച്ച് മെനക്കെടുണ്ടായിരുന്നു. കാലം പോയൊരു പോക്കേ. പണ്ടൊക്കെ IT കാർക്ക് എന്ത് വിലയായിരുന്നു. ഇപ്പോൾ ആനക്കാരൻ മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ IT കാരന് കൊടുക്കില്ല. മാളിക മുകളിലേറുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവൻ എന്നല്ലേ ചൊല്ല്. താനിരുന്ന് അതൊന്നും ചെല്ലാൻ എണ്ണീറ്റ് പോക്കെ. പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് ട്യൂസ്ഡേ, കുക്കിംഗ് തൻ്റെ. എൻ്റെ ബൈജു, ഇയാളുടെ മുമ്പിൽ നീ ആവശ്യമില്ല അതൊന്നും വിളിച്ച് പറഞ്ഞതിനാ. ഓരോന്ന് കേൾക്കാൻ നോക്കിയിരിക്കുക. അതെ, ആ റിമോട്ടിങ് തന്നെ. അയ്യോ, ടി വിടല്ലേ. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ആ എക്കണോമി ഡൗൺ ആയതിൻ്റെ കാര്യങ്ങളാണ്. ചുമ്മാ സീനൊന്നും തുറന്നാൽ മതി. അവിടെ ലേ ഓഫ്, ഇവിടെ 500 പേരെ പുറത്താക്കി, ചുമ്മാ മറ്റേ ബാങ്ക് താഴെ പോയി. ഇനിയിപ്പോൾ നാട്ടിലെ ചാനൽ കാണാമെന്ന് വെച്ചാലോ, അവിടെയും ന്യൂസും ഡിസ്കഷനൊക്കെ ഇതൊക്കെ തന്നെ. ചുമ്മാ അമേരിക്കയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാണാനാണ് അവിടേക്കുള്ളവർക്ക് താല്പര്യം. അവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. അത് ശരിയാ. നാട്ടിലെ രാഷ്ട്രീയക്കാരെ അമേരിക്ക കുറ്റം പറയാൻ കാത്തിരിക്കുകയായിരുന്നു. നാട്ടിലെ പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ പോലും അത് അമേരിക്ക കാരണമാണെന്നേ ഇവന്മാര് പറയുള്ളൂ. ഇതേ രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് പഠിക്കാനും ഇവന്മാർക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നാലും ഉടനെ പറന്നിങ്ങെത്തും. അപ്പോൾ ലവന്മാർക്ക് അമേരിക്ക തന്നെ വേണം. എന്താണേലും നാട്ടുകാരും ന്യൂസുകാരും എല്ലാം കൂടെ കൂടി നമുക്കൊന്നും പെണ്ണ് കിട്ടാത്ത അവസ്ഥയാക്കി. കല്യാണപ്രായമായിരിക്കുമ്പോഴാണ് എക്കണോമി ഡൗൺ ആയത്. പക്ഷെ എന്താ ചെയ്യുക, ഒരു കൊല്ലത്തിലെങ്കിൽ മാർക്കറ്റ് പൊന്തിയാൽ മതിയായിരുന്നു. പൊന്തും മാർക്കറ്റ് പൊന്താൻ കാത്തിരുന്നാലേ കല്യാണം കഴിക്കാൻ സമയമാകുമ്പോഴേ മറ്റേ നീല ഗുളിക കഴിക്കാൻ പ്രായമാകും. അല്ല, തനിക്കെന്താ പെണ്ണ് കിട്ടാൻ ഇത്ര പ്രയാസം? നാട്ടിൽ നിന്ന് വന്നാൽ നല്ല കിളി പോലത്തെ നേഴ്സുമാർ പെമ്പിള്ളേർ ഇവിടെ ഇല്ലേ? ഒരു കാര്യം ചെയ്യും, ജാതകം ഇതാ. താനിപ്പോൾ ഈ പരിപാടിയും തുടങ്ങിയോ? എടോ, ഇത്രയും നല്ല കൊച്ചുങ്ങൾ തൻ്റെ കയ്യിലുണ്ടെങ്കിൽ താൻ ഒരെണ്ണത്തിനെയും കെട്ടാതെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം ആലോചിക്കാം. അതെ, ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്നൊരു സ്വപ്നമാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രേമ വിവാഹമായിരിക്കും. പ്രേമിക്കാൻ പറ്റിയൊരു പീസ്. AR റഹ്മാൻ പൂക്കുറ്റി ഓസ്കർ അടിച്ചു.
എടാ അതാ ഞാൻ പറയുന്നത്, ആരായാലും എന്നെ വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ കിട്ടിയ ആരെയോ പറയുന്നത്. ഓ ജനറൽ നോളജ് തീരെ ഇല്ല. എടാ അതല്ല, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു തടിച്ച് തള്ളയില്ലേ, ആ ഉടക്ക് കേസ്. അവരോട് ഞാൻ നമ്മുടെ ഡോസേജിൻ്റെ ICUയുടെ കാര്യം പറഞ്ഞപ്പം അവർക്ക് ഒരു വക മനസ്സിലാകുന്നില്ലടാ. എന്നിട്ട് ആ സ്റ്റേസി വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് എന്തേലും ഒന്ന് മനസ്സിലായത്. ഞാനാണെങ്കിൽ ആകെ ചമ്മിപ്പോയി. എടാ നമ്മളെ ഒരുമാതിരി മലയാളീസ് പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയുന്നു. അത് പിന്നെ തെലുങ്കം പറയുന്ന പോലെ പറയാൻ പറ്റൂ? എടാ നമുക്കിവിടെ എന്തെങ്കിലും ജോലിക്കയറ്റമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുത്തുകാർ പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയണം. നീ പറയുന്ന പോലെ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇടിപ്പോൾ മലയാളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. തൃശ്ശൂരുകാരൻ പറയുമ്പോൾ പറയും എന്തുട്ടട കന്നാലി എന്ന് പറയും. കോട്ടയത്ത് ചെല്ലുമ്പോഴോ എന്നതാടാവൂ എന്ന് ചോദിക്കും. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴോ എന്തിനപ്പി എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ് ഇതൊന്നും മലയാളം അല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എടാ ഞാൻ എന്തായാലും ഒരു ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കാൻ പോവാ. ഞാൻ നമ്മുടെ സ്റ്റേസിയുടെ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. എടാ അവർ പറയുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടെന്ന്. പിന്നെ ഇപ്പോൾ എക്കോണമിയൊക്കെ മോശമായതുകൊണ്ട് നല്ല ഡീലും കിട്ടും. ഞാൻ തീരുമാനിച്ചു. നിനക്ക് ആ ഓവർ ടൈമിൻ്റെ പൈസ ബാങ്കിൽ കിടന്ന് ഞെരിവിരി കൊള്ളുന്നതിൻ്റെ പ്രശ്നമാണ് നിൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചിങ്. പിന്നൊരു കാര്യം, നിന്റെ ഇംഗ്ലീഷ് ടീച്ചിങ്ങും പരിപാടിയല്ല ഞാനങ്ങ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം മാത്രം മതി. ജോലി കഴിഞ്ഞ് തളർന്നു വന്ന് കുറച്ചു നേരം TV കാണാതിരിക്കുമ്പോൾ നിന്റെ ഇത്തറ പറ പന പരിപാടി ഉണ്ടല്ലോ, നടക്കൂല. താനെന്തോടെ കുത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തൊട്ട്? ഇതെല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതലുള്ളത് എന്താ? ടെൻഷൻ അല്ലേ? അപ്പോൾ ഈ ടെൻഷൻ ആരോടെങ്കിലൊക്കെ പറഞ്ഞു തീർക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റ് tellusyourtension.com. വീഡിയോസും ഓഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. പിന്നെ ഞാനിതിൽ കുറേ സെക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൽ കാശ് പോയൊരു സെക്ഷൻ, ഭാര്യമാരെ തെറി വിളിക്കണമെങ്കിൽ വേറെ സെക്ഷൻ, ഇപ്പോൾ നമ്മുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു സെക്ഷൻ, പിന്നെ ജോലി നിന്നിട്ട് ബോസുമാരെ തെറി വിളിക്കണമെങ്കിൽ അതിന് വേറൊരു സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ തുല്യ ദുഃഖിതരായിട്ടുള്ള ആൾക്കാർക്ക് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയുണ്ട്? ക്ലിക്കാവോ? സംശയമാണ്. ഞാൻ അങ്ങനെ വലിയ ഹിറ്റ്സ് ഒന്നും കാണുന്നില്ല. കോൺസെപ്റ്റ് You will charge $20 more if you come home to teach? Okay, that is fine. But tomorrow you will come home to teach American English, no? Okay. $75 ആയി ഇങ്ങനെ കാര്യം നടന്നപ്പോൾ. ഞാൻ പറഞ്ഞത് കാര്യമുണ്ട് കേട്ടോ. വെബ്സൈറ്റിൽ ചിലപ്പം ക്ലിക്കായി പോയേക്കും. തന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെ തൻ്റെ സെക്ഷനിലെ ആദ്യത്തെ തെറി ഞാൻ തന്നെ എഴുതാം. അതെ, ഈ അലവലാതി റൂംമേറ്റ്സിനുള്ള സെക്ഷൻ വല്ലതും ഉണ്ടോ? അത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഞാൻ അവരെ ക്രിയേറ്റ് ചെയ്യാം. ആവശ്യം വരും. അയ്യോടെ സാമ്പാറിടാൻ പൊട്ടറ്റോ ഇല്ല കേട്ടാ. എന്നാ സാമ്പാറിലിടാൻ പൊട്ടറ്റോ തീർന്നു എന്ന്. എടാ ഈ പൊറോട്ട എന്ന് പറയുന്ന പോലെയല്ല, പൊറ്റേറ്റോ എന്ന് പറയണം. എടാ നീ എന്നെ പോലെ ഇംഗ്ലീഷിനല്ല ക്ലാസ് എടുക്കുന്നു. പൊറ്റേറ്റോ എന്ന് പറയുന്നതും പൊട്ടറ്റോ എന്ന് പറഞ്ഞാലും സംഗതി ഉരുളക്കിഴങ്ങ് തന്നെയാണ്. Whenever I go to my hospital, everybody makes fun of me. So I want to speak good English. So they make fun of your English? Yeah. Are you happy with the progress that you've been making with your pronunciation? Yes, I am very comfortable at talking English right now. Comfortable. Comfortable. Good. Okay, comfortable. Thank you. എടി ഞാനേ നമ്മുടെ വെബ്സൈറ്റിൽ എത്ര ഹിറ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. നോക്കി 4572 ഹിറ്റാ. തോറും വീഡിയോസാ നോക്ക്. ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് സർവർ മാറ്റേണ്ടി വരും കേട്ടോ. നമുക്ക് സ്റ്റാക്ക് സെർവറിലേക്ക് മാറാം. നല്ലത്. എന്തോരം വീഡിയോ, ഇതൊന്നും എണ്ണാൻ പറ്റില്ല. തെറി പറയാൻ ആൾക്കാർക്ക് ഭാഷയൊന്നും വേണ്ട കേട്ടോ. അതെ, എത്ര ഭാഷയില? എല്ലാ ഭാഷയിലും ഉണ്ട്. No, thank you. Let's go up and study. Oh, Yeah. No, that is better. No, here it's not comfortable. nice meeting you. എടാ Thank you very much, Brittany. I learned a lot. I'm so pleased. Yeah, thank thank you. you. Thank you. You're making such great strides. I'm very, very proud of you. Thank you. ബൈ ബ്രിട്നി. Oh, bye. Bye. ബേബുട്ടാ, നീ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തോന്നു? നിന്റെ ഇംഗ്ലീഷ് പഠിത്തം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
എൻ്റെ ഇംഗ്ലീഷും കുറച്ച് ശരിയാവാനുണ്ട്. ഓ അത് നീ ആ ബ്രിട്ടനി ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. മോനെ ആ വെള്ളം അങ്ങ് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചേരെ കേട്ടാ. അവൻ്റെ ഒരു ഇംഗ്ലീഷ് കൊടുത്തു. Baby Kutan, why are we here? You know, at home, those guys, they're always watching us. Especially, you know, that other guy, the fat guy, the Mahi guy. He's a very bad guy. He always looking at women. You know, that is the only thing he does. Nothing other than looking at women. He is the biggest mouth looker. Mouth looker? You know, these boys who stand on the side of the road and always looking at women and making comments. Construction worker? No. He's not a construction worker. He's a nurse only, just like me. But you know, there's people who says bad things at girls. What do you say? Oh, pervert. Oh, pervert. Oh, I have to write that down. A pervert with a P, not a B. Oh, okay. Pervert. Okay. Now, when you write a letter, you want to make sure that you start off dear, Right. D-E-A-R. It's okay. That's fine. D-E-A-R. All right, so let's touch base. You want to touch base? You want to touch base now? Review from yesterday. Oh, okay. That review. Okay, touch base. Coffee. 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 Much better. Okay. ഓക്കേ. Cheers, guys. Cheers. ഓ ഇതിലത്തെ കഴിഞ്ഞല്ലോ ഇഷ്ടാ. അതിൽ പകുതി എൻ്റെ മോന്തയ്ക്കായിരുന്നല്ലോ. ആണോ? കുഴപ്പമില്ലടാ. നമുക്കിന്ന് 50,000 ഹിറ്റൊക്കെ കിട്ടിയ ദിവസമല്ലേ സൈറ്റിൽ. ഇതുപോലത്തെ ഒരു 3 വാങ്ങിക്കാനുള്ള കാശുണ്ട്. എടാ കൃഷി ഞാൻ ആലോചിക്കായിരുന്നേ, നമുക്കിപ്പോൾ ഇതേപോലത്തെ ഒരു 2-3 സൈറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ കാശാ. അത് ആക്ച്വലി ശരിയാ. ഞാൻ നല്ലൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വേണ്ടി ഒരു മാട്രിമോണിയൽ സൈറ്റ്. ഇപ്പോൾ ഒരു ജാവ പെണ്ണിന് ഒരു ജാവ ചെറുക്കൻ. നല്ല മാച്ചിങ് അല്ലേ? You got that right, man. This is how we get it started, you know. Good things in life take a little extra time. എൻ്റെ ബേബി കുട്ടാ, ഇതെന്തുട്ടത്? നിന്റെ ഇംഗ്ലീഷ് ഭയങ്കര ജാങ്കായിട്ടല്ലോ ഇഷ്ടാ. ഇനിയിപ്പോൾ നിന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി മാതാമയുടെ ക്ലാസ് എടുക്കേണ്ടി വരുമോ? ആശാനെ അതിന് ഇവൻ നമ്മൾ അവളുടെ അടുത്ത് അടുപ്പിക്കാൻ പോലും സമ്മതിക്കില്ല. ട്യൂഷൻ ഫീസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്തോടെ ഇത്? നിനക്ക് മാത്രം ഒരു പ്രൈവറ്റ് ട്യൂഷൻ? അതല്ലേലും ശരിയാ. പണ്ടൊക്കെ ഡൈനിങ് റൂമിലായിരുന്നു കോച്ചിങ്. ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വായ നോക്കുമായിരുന്നു. ഇപ്പൊ വന്ന് ബെഡ്റൂമിലാ കോച്ചിങ്. ബേബി കുട്ടാ, കൊച്ചേത് കൊച്ചാവാതെ നോക്കിക്കോണം. ഇതുപോലൊരു സുന്ദരി മതാമ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഇംഗ്ലീഷല്ല ഡോക്ടർ പരീക്ഷ എവിടെയെങ്കിലും പഠിച്ച് പാസ്സാവാൻ ഞാൻ തയ്യാറാണ്. അവളെ മൂക്ക് കാണണം ആശാനെ, പിന്നെ അവളെ ചുണ്ട്, പിന്നെ അവളെ മതി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സംസാരിക്കാം. അതേഴ്സ് ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. താജ്മഹൽ ചൂടാകട്ടോ. നമ്മൾ ഇമ്മ കാര്യം പറഞ്ഞല്ലേ. എന്തോടെ എന്തൊരു സ്വഭാവ കൊച്ചുള്ള. നീ കെട്ടാൻ പോണ പെണ്ണൊന്നുമല്ലല്ലോ, നിന്റെ ട്യൂഷൻ ടീച്ചറല്ലേ? Actually, guys, me and Brittany, we are in love. We are getting engaged this Sunday. So please, don't bring this subject again, okay? Thank you. Thanks. ബേബി കുട്ടാ, സോറി മാൻ. ബേബി കുട്ടാ, ടൈംസ് എന്നൊക്കെ പറഞ്ഞ അവൻ്റെ മണ്ണും ചാരിന്നവൻ അവസാനം മതാമയും കൊണ്ടുപോയി. ബൈജു, നിന്റെ ആ മാട്രിമോണിയൽ വെബ്സൈറ്റ് റെഡിയാണോ? അത് ഓൾമോസ്റ്റ് റെഡിയാടാ. ഒരു ആഡ് കൊടുക്കാനാ.